തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിയെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമം. പ്രാവച്ചമ്പലം സ്വദേശി അനീഷ്കയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അനീഷ്കയെ കഴുത്തറുത്തതിന് ശേഷം ആരിഫ് ഓടി രക്ഷപ്പെട്ടു. പ്രണയം നിരസിച്ചതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സൂചന. വിവരങ്ങളുമായി MK വിനോദ് ചന്ദ്രൻ. വിനോദ്, എന്താണ് ഈ സംഭവം? പ്രതിയെ പിടികൂടിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്താണ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? പ്രണയം നിരസിച്ചതിന്റെ പേരിൽ പെൺകുട്ടികളെയും പ്രത്യേകിച്ച് ക്യാമ്പസിനുള്ളിൽ തന്നെ പെൺകുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുകയാണ്. ഇതിന്റെ തുടർച്ച എന്നോണം തലസ്ഥാന ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും പുതിയൊരു സംഭവം ഉണ്ടായിട്ടുള്ള പ്രാവച്ചമ്പലത്താണ്. അനിഷ്ക എന്ന് പറയുന്ന ഈ 20 വയസ്സുള്ള പെൺകുട്ടി. ആ പെൺകുട്ടി കോളേജിൽ നിന്നും തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ പെൺകുട്ടിയെ പിന്നാലെ ഈ പെൺകുട്ടിക്കൊപ്പം സഞ്ചരിച്ച പ്രതി, അതായത് ആരിഫ് എന്ന് പറയുന്ന ഒരാൾ. ഇയാൾ നേരത്തെ പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് പെൺകുട്ടി പ്രണയം നിരസിച്ചു. ഇതിന്റെ വൈരാഗ്യത്തിന് കഴുത്തറുത്ത് കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. പക്ഷേ സമീപത്ത് കണ്ടു നിന്നവർ ഓടി എത്തിയതോടുകൂടി ഈ പെൺകുട്ടിയെ ആക്രമിച്ച ശേഷം യുവാവ് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ പെൺകുട്ടിക്ക് യുവാവിനെ പറ്റി അറിയാം. അതുകൊണ്ട് അതിന്റെ യുവാവ് ആരാണ്, കൂടെ പഠിക്കുന്ന ആളാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. അതുകൊണ്ട് മൊഴി സ്വാഭാവികമായും അത് രേഖപ്പെടുത്തി പ്രതിയെപ്പറ്റി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇത് പകൽ നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഗൗരവത്തോടെ കാണുന്നു. പ്രതിയെ നിലവിൽ പിടികിട്ടിയിട്ടില്ല. എന്തായാലും ഇത് പ്രണയ നൈരാശ്യം മൂലം ഈ പെൺകുട്ടിയെ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ആരിഫ് എന്ന് പറയുന്ന പ്രതി നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള വിനോദ്, ആരിഫ് എവിടെയുള്ള ആളാണ്? തിരുവനന്തപുരം സ്വദേശി തന്നെയാണോ അതോ മറ്റ് എവിടെന്നെങ്കിലും വന്നോ? അക്കാര്യത്തിൽ പോലീസോ ഈ കുട്ടിയുടെ ബന്ധുക്കളോ എന്തെങ്കിലും സ്ഥിരീകരണം നൽകുന്നുണ്ടോ? ഇല്ല, പോലീസ് അത്തരം കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണം നൽകിയിട്ടില്ല. പേര് മാത്രമാണ്, നാട്ടുകാരിൽ നിന്നാണ് ഈ പേര് ലഭിച്ചിട്ടുള്ളത്. പോലീസ് പോലും ഈ പേര് കൃത്യമായി നൽകുന്നില്ല. ആരിഫ് എന്ന് പറയുന്ന ആളിനെ ഈ പെൺകുട്ടിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇത് കൂടെ പഠിക്കുന്ന ആളാണോ, പ്രണയം എന്നാണ് ഈ പ്രണയം നിരസിച്ചത്, ഈ വൈരാഗ്യത്തിനുള്ള കാരണം എന്നു മുതലാണ് ഉടലെടുത്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിച്ച് വരുന്നു എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. യെസ്, വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, സാരമായ പരിക്കില്ല എന്നാണ് വിനോദ പങ്കുവെക്കുന്നത്.